മക്കളെ, വെൽക്കം ടു മെറിറ്റ് അക്കാദമി. ഓക്കെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ +1 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ 2012 മുതൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ഓക്കെ, സെറ്റ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നോക്കിക്കേ. ഒബ്സർവ് ദി ഫിഗർ. ഈ ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇത് എവിടുത്തതാ മക്കളെ? ഇത് എന്താണ് സാധനം? അതെ, വൈറസ് ആണ് അല്ലെ. നമ്മൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, നമ്മൾ ഫസ്റ്റ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അവസാനം പഠിച്ച സംഭവമാണ് വൈറസ്, വൈറോയിഡ് ആൻഡ് പ്രിയോൺസ്. അതിൽ ഈ പിക്ചർ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. മക്കളെ, ഇതെന്താണ്? വൈറസിന്റെ 2 സ്ട്രക്ചേഴ്സ് ആണ്. ഒന്നാമത്തത് ഒന്നെന്ന് പറഞ്ഞാൽ RNA, രണ്ടാമത്തത് എന്താ? ക്യാപ്സിഡ്. എന്താടാ ക്യാപ്സിഡ് എന്ന് പറഞ്ഞാല്? എന്താണ്? വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കോട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ സ്ട്രക്ചറാണ്. അവിടെ ഒന്ന് RNAയും രണ്ടാമത്തത് പ്രോട്ടീൻ കോട്ടും. ഓക്കെ ആണോ? ഈ പിക്ചർ നോക്കാണ്ട് ആരും പോകരുത്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മക്കളെ, ഹു പ്രപ്പോസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? പഠിച്ച് നമുക്ക് മതിയായ സാധനമാണ് അല്ലെ. ആരാണ്? അതെ, RS വിറ്റാക്കർ. RS വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? 5 ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്തെല്ലാം ക്രൈറ്റീരിയന്റെ ബേസിസിലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെയാണ്? 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബോഡി ഓർഗനൈസേഷൻ, രണ്ടാമത്തത് സെൽ സ്ട്രക്ചർ, പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫൈലോജനിക് റിലേഷൻ. ഈ 5 കാര്യത്തിലാണ് അദ്ദേഹം ക്രൈറ്റീരിയ ആയിട്ട് എടുത്തത്. ഒന്നാമത്തെ എന്താ മക്കളെ? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദ ലാസ്റ്റ് വൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? then മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡയാറ്റംസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. എന്താണ് ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രോട്ടിസ്റ്റേനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ ആദ്യത്തേതാണ് ക്രൈസോഫൈറ്റ്. ആ ക്രൈസോഫൈറ്റിലെ എക്സാമ്പിൾ ആണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. നെയിം ദി ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലാണ് അവര്? ക്രൈസോഫൈറ്റിൽ ആണല്ലോ. ഡയാറ്റംസ് എർത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം. ഈ ക്രൈസോഫൈറ്റിന്റെ കേസ് എടുക്കുന്നത് അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ സിലിക്കേഷ്യസ് ആണ്, സിലിക്കൺ ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് മരിച്ചു കഴിഞ്ഞാൽ ഈ സിലിക്കൺ ഡെപ്പോസിറ്റ് എവിടെ പോകും മക്കളെ? ഓഷ്യനിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കുറേ കൊല്ലം കഴിഞ്ഞ് ഒരു കൂമ്പാരം, ഒരു മല പോലെ ഈ സാധനം വരും. അതിനാണ് ഡയറ്റേമസ് എർത്ത് എന്ന് പറയുന്നത്. സിലിക്കൺ ഡെപ്പോസിറ്റ് അടിഞ്ഞുകൂടി മല പോലെ വരുന്ന സ്ട്രക്ചർ. അതിന്റെ മെയിൻ ആയിട്ട് 2 യൂസസ് ആണ് നമ്മൾ എഴുതുന്നത്. ഒന്നാമത്തെ പോളിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ ഓയിൽ ആൻഡ് സിറപ്പ് ഫിൽട്രേഷൻ. ഇത്രയും 2 യൂസസ് ആണ് നമ്മൾ ഡയറ്റേമസ് എർത്തിന് വേണ്ടി നോക്കുന്നത്. ഓക്കെ ആണോ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ 5 ക്രൈറ്റീരിയയും ഡയാറ്റേമസ് എർത്തിന്റെ എന്താണ് അതെന്ന് അതിന്റെ 2-3 യൂസസും. ഓക്കെ, എന്താടാ ഇത്? ഇതെന്താണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മോർഫോളജിയിൽ കൊടുത്ത പിക്ചറാണ്. ഈ പിക്ചർ ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. എന്താണിത്? ഓവറിന്റെ അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്തതാണ്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട്. ഒന്നാമത്തേത് എന്താ മക്കളെ? ഹൈപ്പോഗൈനസ്. ഗൈനീഷ്യം മുകളിലാണെങ്കിൽ അതിന് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നു. എന്നാൽ ഗൈനീഷ്യവും മറ്റു പാർട്ടുകളും നേരെ, അതായത് ഒരേ പോലെയാണെങ്കിൽ നമ്മൾ അതിന് പെരിഗൈനസ് എന്ന് പറയുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ മക്കളെ? എപ്പിഗൈനസ്. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം താഴെയും ബാക്കിയുള്ള ഫ്ലോറൽ പാർട്ടൊക്കെ മുകളിൽ. ഓക്കെ, അപ്പൊ 3 ടൈപ്പാണ്: ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. എന്താണ് ഹൈപ്പോഗൈനസിന്റെ എക്സാമ്പിൾ? ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ചൈനയിൽ പോയിട്ട് വലിയ കാലത്ത് ഹൈപ്പ് കൊടുത്ത് ചൈനയിൽ പോയതാ എന്ത് വാങ്ങാൻ? ബ്രിഞ്ചാളും മസ്റ്റാർഡും വാങ്ങാൻ. 3 എക്സാമ്പിൾ കിട്ടിയോ? ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ ചൈന റോസ്, ബ്രിഞ്ചാൾ ആൻഡ് മസ്റ്റാർഡ്. ഓക്കെ, അടുത്തത് പെരിഗൈനസ്. പെരിഗൈനസ് നമ്മൾ P വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്ലം, പീച്ച്, റോസ്. 3 എക്സാമ്പിൾ. പെരിഗൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനീഷ്യവും അതർ ഫ്ലോറൽ പാർട്ടും ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീച്ച്, പിന്നെ എന്താ മക്കളെ? പ്ലം, പീച്ച്, റോസ്. അടുത്തത് മക്കളെ എപ്പിഗൈനസ്. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ അടിയിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ ഓവറി കിടക്കുന്നത്. ഓക്കെ ആണോ? നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മക്കളെ, നോക്കിക്കേ. ഇത് എന്താണെടാ പിക്ചർ? എന്താ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദി ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഏത് ബ്ലൂ ഗ്രീൻ ആൽഗയാണിത്? ഇതാണ് നമ്മുടെ നോൺ സ്റ്റോക്ക് അല്ലെ. എന്താ മക്കളെ നോൺ സ്റ്റോക്കിന്റെ പ്രത്യേകത?
അതെ, എന്താണ് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയാണ് നോസ്റ്റോക്ക്. അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഒരു സ്ട്രക്ചർ നോസ്റ്റോക്കിൽ നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഈ ഹെട്രോസിസ്റ്റ്. ഓക്കെ, അപ്പൊ ഹെട്രോസിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ വിത്ത് നൈട്രജൻ ഫിക്സേഷൻ പവർ ആണ് നോസ്റ്റോക്ക്. ഓക്കെ ആണോ? അടുത്തത് ഇതെന്താ മക്കളെ, സ്ട്രക്ചർ ഓഫ് മൊണോകോട്ടിലിഡൻ സീഡ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. നമ്മുടെ മോർഫോളജി ചാപ്റ്റർ എടുത്ത 3 ക്വസ്റ്റ്യൻ, മൊണോകോട്ടിലിഡൻ സീഡ്, ഡൈകോട്ടിലിഡൻ സീഡ്, പിന്നെ അതിന്റെ മുകളിൽ നമ്മുടെ മാംഗോന്റെയും പിന്നെ കോക്കനറ്റിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻറ്റോകാർപ്പ്. അപ്പൊ ഞാൻ ഒരു പിക്ചർ മാത്രമാണ് അടയാളം നോക്കിയിട്ടത്. ഞാൻ PPT കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങൾ ഈ 3 സ്ട്രക്ചേഴ്സ് നോക്കണം. അതായത് മൊണോകോട്ടിൻ്റെതും ഡൈകോട്ടിൻ്റെതും പിന്നെ നമ്മുടെ ആ മാംഗോന്റെയും കോക്കനറ്റിന്റെയും ആ ലാസ്റ്റിലേക്കുള്ള പേജ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയാലോ, എൻഡോസ്പേം പെർസിസ്റ്റന്റ് ആയിരിക്കും മൊണോകോട്ടിൽ, പിന്നെ അവരുടെ സ്കൂട്ടെല്ലാം കോളിയോപ്റ്റൈൽ, കോളിയോറൈസ. പിക്ചർ മാത്രം നോക്കിയാൽ മതി. മെയിൻലി വരാറ് എങ്ങനെയാന്ന് വെച്ചാൽ ആ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക, അങ്ങനെയാണ് വരാറ്. അപ്പോൾ ആ 3 പിക്ചേഴ്സ് എന്തായാലും നോക്കിയിട്ട് പോകണം. ഓക്കെ, അടുത്തത് ഇതാണ് മക്കൾ, നമ്മൾ മോർഫോളജിയിലെ ഫസ്റ്റത്തെ പോർഷനാണ് നമ്മൾ പഠിച്ചതാണ്. റൂട്ടിന്റെ ഓരോ റീജിയൻസ് നമ്മൾ അന്ന് തന്നെ പണ്ട് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലോചിച്ച് നോക്കിയേ. അതായത് മക്കളെ റൂട്ടിൽ എത്ര റീജിയൻ ആയിട്ടുണ്ട്? 5 റീജിയൻ ആയിട്ട് റൂട്ടിലുണ്ട്. ഏറ്റവും നമ്മളൊരു കുട്ടി ജനിച്ച പോലെയാണ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓർമ്മ ഉണ്ടോ? അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് കുട്ടീനെ കൊണ്ടുവരിക, അതാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ്, തൊപ്പിയൊക്കെ ഇട്ട് കുട്ടീനെ കൊണ്ടുവന്ന് ഒക്കെ. അതിനുശേഷം മക്കളെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ, അല്ലെ, ഭയങ്കര ഗുരുത്തക്കേടായിരിക്കും. ആ സ്റ്റേജാണ് മെരിസ്റ്റമാറ്റിക് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് മെരിസ്റ്റമാറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സ്റ്റേജ്. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, ആ ആക്റ്റീവ്ലി ഡിവൈഡിങ് ഒക്കെ പോയി ഒന്ന് നീളം വെക്കാൻ തുടങ്ങും. നമ്മൾ പറയും എന്തൊരു പെട്ടെന്ന് നീളം വെച്ചെന്ന്. അതുപോലെ 3ാമത്തെ സ്റ്റേജാണ് ഇലോങ്ങേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പൊ ആദ്യം മെരിസ്റ്റമാറ്റിക്, രണ്ടാമത്തേത് ആദ്യം റൂട്ട് ക്യാപ്പ്, മെരിസ്റ്റമാറ്റിക്, ഇലോങ്ങേഷൻ, കുറേ നീളം വെച്ചപ്പോൾ നമ്മൾ മെച്യൂർഡായി ആണല്ലോ. ഈ സ്റ്റേജാണ് മെച്ചുറേഷൻ സ്റ്റേജ്. ഓക്കെ, മെച്ചുവേർഡ് ആയാലും നമുക്ക് എന്ത് വരും, അല്ലെങ്കിൽ ബോയ്സിന്റെ കേസ് എന്ത് വരും, അവർക്ക് താടി വരും ആണല്ലോ. മെച്ചുവേർഡ് ആയാലും ചെറിയ കുട്ടിക്ക് താടി ഉണ്ടാവില്ല, മെച്ചുവേർഡ് ആയാലല്ലേ താടി ഉണ്ടാവുക. അതാണ് റൂട്ട് ഹെയർ ഫോർമേഷൻ. റൂട്ട് ഹെയർ എവിടെയാണ്? മെച്ചുവർ സ്റ്റേജിലാണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. അതൊന്ന് നോക്കി വെക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് മക്കളെ, ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ഇത് എന്തിന്റെ സ്ട്രക്ചറാണ്? എന്തിന്റെ സ്ട്രക്ചറാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്? നോക്കിക്കേ, നമ്മുടെ ഫ്യൂണേറിയന്റെ സ്ട്രക്ചറാണ് ആണല്ലോ. ഫ്യൂണേറിയ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റും ഇത് എന്ന് പറയുന്നത് ഗാമിറ്റോഫൈറ്റുമാണ്. ഓക്കെ, ഫ്യൂണേറിയന്റെ സ്പോറോഫൈറ്റ് എടുക്കുമ്പോൾ 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്, ക്യാപ്സ്യൂൾ, സീറ്റ, എൻഡ് ലീവ്സ്. ഗാമിറ്റോഫൈറ്റ് ആണ് മെയിൻ ആക്സിസും റൈസോഡ്സും. ഈ പിക്ചർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിന് മുകളിൽ തന്നെ ഒരു പിക്ചർ ഉണ്ട്, നമ്മൾ ലിവർ വേർഡ്സിന്റെ പിക്ചർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതിന്റെ മുകളിൽ ലിവർ വേർഡ്സിന് 2 ലീഫ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്, മർക്കാൻഷ്യന്റെ പിക്ചർ ഉണ്ട്. ആ പിക്ചർ ഒന്ന് നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ജെമ്മെ? എന്താ മക്കളെ ജെമ്മെ കപ്പ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച സാധനമാണ് ജെമ്മെ. എന്താ ഈ ജെമ്മെ തന്നെ നമുക്കത് എന്താന്ന് കിട്ടും? ഗ്രീൻ മൾട്ടി സെല്ലുലാർ, അല്ലെ, അതായത് ഗ്രീന് മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഒരു അസെക്ഷൽ ബഡാണ് ഈ ജെമ്മെ എന്ന് പറയുന്നത്. അത് പാരന്റ് ബോഡിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അപ്പൊ ജെമ്മെ കപ്പും നിങ്ങൾ ഇവിടെ ഓർത്തി വെക്കണം. ഈ ഫ്യൂണേറിയന്റെ ഈ ഒരു സ്പോറോ, ഈ ഒരു സ്ട്രക്ചറും, പിന്നെ നമുക്ക് മർക്കാൻഷ്യന്റെ ലീഫിന്റെ ഒരു സ്ട്രക്ചറും, പിന്നെ ജെമ്മെ കപ്പുമാണ് ഇവിടുന്ന് മെയിൻ ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? അതായത് ഈ 3 സാധനം നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, എന്താ മക്കളെ ഇത്? എസ്റ്റിവേഷൻ. എന്താണ് ടെക്സ്റ്റിലെ മെയിൻ പിക്ചർ? ഇത് തന്നെ നിങ്ങൾക്ക് ചോദിക്കും. അതായത് ഈ പിക്ചർ ആയിട്ടാണ്, ഇതാണ് നിങ്ങൾക്ക് മെയിൻലി എക്സാം പേപ്പറിൽ ചോദിക്കാറ്. എന്താണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്? അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ആൻഡ് പെറ്റൽ. സെപ്പലും പെറ്റലും അറേഞ്ച് ചെയ്ത രീതിയാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 4 എസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്, വാൽവേറ്റ്, ഇംബ്രിക്കേറ്റ്, ട്വിസ്റ്റഡ് ആൻഡ് വാക്സിലറി. ഓക്കെ, അപ്പൊ മക്കൾ ഇതെന്താ നമ്മൾ പറഞ്ഞത്? ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വാക്സിലറി. അപ്പൊ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും. ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ആണ്, പക്ഷെ പ്രത്യേക ഡയറക്ഷനിലല്ല ഓവർലാപ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് ഈ വാക്സിലറി ആണ്. ഈ വാക്സിലറി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3 ടൈപ്പ് പെറ്റൽ അറേഞ്ച്മെന്റ് ആണ്. ഏറ്റവും മുകളിലുള്ള സ്റ്റാൻഡേർഡ്, വിങ് പെറ്റൽ, കീ പെറ്റൽ. ഇത് 6 എക്സാമ്പിൾ ആണ്. പാപ്പിലോനേഷ്യ ഫാമിലി, പി ഫാമിലി, പി പ്ലാന്റിലാണ് ഈ വാക്സിലറി എന്ന് പറയുന്നത്. ഇത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വാക്സിലറി എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് പെറ്റലുണ്ട്. ഏതൊക്കെ? സ്റ്റാൻഡേർഡ്, വിങ്, കീല്. അത് ഏതാണ് ഫാമിലി എന്ന് അത്രയും പഠിച്ചാൽ മതി, അത്രേ ചോദിക്കുള്ളൂ. യെസ്, ഇതെന്താ മക്കളെ?
നമ്മൾ സ്ഥിരമായിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കണം. ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാൽവിൻ സൈക്കിൾ അല്ലെ, C3 സൈക്കിൾ. ഇത് C3 സൈക്കിളിൻ്റെ C3 സൈക്കിളാണ്. എന്താണ് C3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണ് C3 സൈക്കിളിനുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. സ്റ്റെപ്പ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് C3 സൈക്കിൾ എന്നാണ് പറയുന്നത്? RUBP കാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആവുന്നു. അത് പിന്നെ ATPൻ്റെയും NADPHൻ്റെയും ഹെൽപ്പോട് കൂടി ട്രയോസ് ഫോസ്ഫേറ്റ് ആവുന്നു. ഈ ട്രയോസ് ഫോസ്ഫേറ്റിന് റീജനറേഷൻ സംഭവിച്ച് വീണ്ടും RUBP എന്നായിട്ട് മാറുന്നു. C3 പ്ലാന്റ്സ് 1-2 സ്ലൈഡ് കഴിഞ്ഞാൽ C3ൻ്റെയും C4ൻ്റെയും ഡിഫറൻസ് ഉണ്ട്. അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഞാൻ പറയാം. അടുത്തത് മക്കളെ, ഇതെന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ അല്ലെ. സൈക്ലിക്കും നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈക്ലിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, നോൺ സൈക്ലിക് ആണ് കുറച്ച് പഠിക്കാനുള്ളത്. എന്താ മക്കളെ? ആദ്യം നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടോ? ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യും? LHC എന്ന് പറഞ്ഞാൽ PS2 ആണ്. ഈ PS2 ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് ആവും അല്ലേ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് കൊടുക്കും. ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് കൈമാറും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് കൈമാറുന്ന സമയത്ത് ഇവിടെ ATP ഫോം ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വീണ്ടും PS1 അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് രണ്ടാമത്തതിന് കൊടുക്കുന്നു. അതായത് PS1 കൊടുക്കുന്നു. PS1 വീണ്ടും എക്സൈറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് വാങ്ങും. ഇലക്ട്രോൺ ആക്സെപ്റ്റർ അവിടുന്ന് NADPH ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒന്ന് ആലോചിച്ചേ. ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണെങ്കിൽ ഞാൻ ഒരാൾക്ക് കൊടുത്ത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി നമ്മൾ ആദ്യം ആർക്ക് കൊണ്ടു കൊടുക്കും? അമ്മക്ക് കൊണ്ടു കൊടുക്കും. അമ്മയാണ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അത് ആർക്ക്? അച്ഛന് കൊണ്ടു കൊടുക്കും. അച്ഛനാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അച്ഛനും ഭയങ്കര സന്തോഷമായി. കുട്ടി പൊട്ടെന്ന് വിചാരിച്ചതാ, കുട്ടിക്ക് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അല്ലെ. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യും? ലഡു ഒക്കെ കൊടുക്കും. അതാണ് ATP IP-ന്റെ സഹായത്തോടെ ATP ആവുന്നത്. ADP-ൻ്റെയും IP-ൻ്റെയും ഹെൽപ്പോട് കൂടി ATP ആവുന്നത്. അച്ഛൻ ലഡു കൊടുത്ത് പച്ച പറയും, മോനെ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി ലോനും പൊട്ടാൻ നിൽക്കുകയാണ്, അവനെന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കൊടുത്തേക്ക്, അവന് സന്തോഷമായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് കൊടുക്കും. അതാണ് PS1. അപ്പോൾ കൊടുത്തപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അമ്മക്ക് കൊണ്ടു കൊടുക്കും. അമ്മയാണ് ആര്? ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണല്ലോ. പക്ഷെ അമ്മക്ക് കുറച്ച് എത്തിക്സ് ഉള്ള കൂട്ടത്തിൽ കഴിഞ്ഞ് അമ്മ എന്ത് ചെയ്യൂടാ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കീറിക്കളയും. അതായത് NADP-ന്ന് NADPH ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പിന്നെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഈ PS2ൻ്റെ ഇവിടെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് സൈക്ലിക് ഫോസ്ഫോറിലേഷൻ. ഓക്കെ, അടുത്ത ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോനിമ ആൻഡ് പ്രോതാലസ്. എന്താണ് പ്രോട്ടോനിമ? എന്താണ് പ്രോതാലസ്? നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ മെയിൻ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടോനിമയും പ്രോതാലസും. പ്രോട്ടോനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസസിലുള്ള സ്റ്റേജ് ആണ്. മോസസിലെ സ്പോറിൻ്റെ അകത്ത് നിന്ന് ഫോം ചെയ്യുന്ന ഗ്രീൻ ആയിട്ടുള്ള ക്രീപ്പിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പ്രോട്ടോനിമ എന്ന് പറഞ്ഞാൽ. താലസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഫ്. സോ പ്രോതാലസ് എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റിന്റെ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഫ്രീ ഗാമിറ്റോഫൈറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് പ്രോതാലസ്. അതിന്റെ ഡിഫറൻഷിയേറ്റ് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് മക്കളെ, സൈക്ലിക്കിന്റെയും നോൺ സൈക്ലിക്കിന്റെയും ഡിഫറൻസ് ആണ് ഇത്. പല തവണയും ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് വെച്ച് തന്നെ ചോദിക്കാറുണ്ട് 4 മാർക്കിന്. ഓക്കെ, പറഞ്ഞ മക്കളെ, സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്നാണോ കഴിഞ്ഞത് അവിടെ തന്നെ തിരിച്ചെത്തുക അല്ലെ. നമ്മൾ രാവിലെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, അത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്നത് സൈക്കിൾ. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ സ്കൂളിലേക്ക് പോയി ആ വഴിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നോൺ സൈക്ലിക്. പിന്നെ വീട്ടിലെത്തുവോ? എത്തൂല. ഓക്കെ, അതാണ് നമ്മൾ ഇലക്ട്രോൺ സൈക്ലിക്കലി മൂവ് ചെയ്യും, ഇലക്ട്രോൺ നോൺ സൈക്ലിക്കലി മൂവ് ചെയ്യും. ഇവിടെ PS1 മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇവിടെ PS1ഉം PS2ഉം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ATP സിന്തസൈസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയാണെങ്കിൽ ATPയും NADPHും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് ഇവിടെ എന്താ മക്കളെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എന്താ? നോൺ സൈക്ലിക് അല്ല, ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഉണ്ട്. ATP NADPH ഉണ്ടാവുന്നുണ്ട്. നോൺ സൈക്ലിക് ആണ്. അപ്പം അതാണ് നോൺ സൈക്ലിക്. സൈക്ലിക്കിൽ എന്താ സംഭവിക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, NADPH ഫോം ചെയ്യുന്നില്ല. ഇത് സ്ട്രോമൽ ലെമല്ലയിൽ നടക്കുന്നു. നോൺ സൈക്ലിക് ആണ്, ഗ്രാനിൽ നടക്കുന്നു. വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും.
പിന്നെ മക്കൾ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് C3 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? ആ C3 സൈക്കിൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ, കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ, C3 സൈക്കിൾ. C3 പ്ലാന്റ്സിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാ മക്കളെ? ഫോട്ടോ റെസ്പിറേഷൻ C3യിൽ പ്രസന്റ് ആണ്, എന്നാൽ C4ൽ ആബ്സെന്റ് ആണ്. ഈ C4ന്റെ പ്രത്യേകത ആദ്യം പറയാം. ഓക്കെ, C4 എന്ന് പറയുന്നത് ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. പിന്നെ എന്താ പറയുന്നത് മക്കളെ പറയുന്നത്? ഹൈ ടെമ്പറേച്ചറിലും ഹൈ ഇന്റൻസിറ്റിയിലും ഒക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? C4ലുണ്ട്. C4 പ്ലാന്റിന്റെ ലീഫിനെ ക്രാൻസ് അനാറ്റമി എന്ന് പറയും. എന്താണ് ക്രാൻസ് അനാറ്റമി എന്ന് പറഞ്ഞാൽ? ലീഫ് എ റീത്ത് ലൈക്ക് സ്ട്രക്ചർ ഓഫ് എ ലീഫ് മീസോഫിലും ബണ്ടിൽ ഷീറ്റും റീത്ത് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാ മക്കളെ? PEP എന്ന് പറഞ്ഞാൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. അത് എന്ത് എൻസൈം ആണ്? PEPase എൻസൈമിന്റെ സഹായത്തോടെ. ഇവിടെയാണെങ്കിൽ ഏതാണ് എൻസൈം? റുബിസ്കോ ആണ് എൻസൈം. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഇവിടെ ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ്. ഇവിടെയാണെങ്കിൽ ഫോസ്ഫോഗ്ലിസറേറ്റ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുക അത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാന്ന് ചോദിക്കും, രണ്ട് സ്ഥലത്തുള്ള എൻസൈംസ് ഏതാന്ന് ചോദിക്കും. പിന്നെ ഈ ഒരു പോയിന്റുകളും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഹൈ പ്രൊഡക്ടിവിറ്റി, ലോ പ്രൊഡക്ടിവിറ്റി, C3യും C4ന്റെ ഡിഫറൻസ് ശ്രദ്ധിച്ച് വെച്ചിട്ട് പോകണം. നമ്മൾ C3 സൈക്കിളും C4 സൈക്കിളും നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് ഈ ഡിഫറൻസ് സുഖമായിട്ട് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സാധനങ്ങളാണ് C3 സൈക്കിള്, C4 സൈക്കിള്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ. പിന്നെ എന്താ മക്കളെ? നമ്മുടെ ബ്ലാക്ക്മാന്റെ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തീസിസ്, അത് ഇലക്ട്രോൺ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ളൊരു പോർഷനും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതാണ്. C3 പ്ലാന്റ്സിന് C4 പ്ലാന്റ്സിന് കമ്പാരിസൺ ആണ് നേരത്തെ ഇതിന്റെ ആൻസർ ആണ്. എന്താണത്? റെസ്പിറേഷൻ ചാപ്റ്ററിൽ ഒരുപാട് തവണ നമ്മൾ എഴുതി പഠിച്ച സാധനമാണ് ഗ്ലൈക്കോലിസിസ് അല്ലെ. എന്താണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞാൽ? ഈ 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ നമുക്ക് എന്താക്കി മാറ്റണം? 3 കാർബണുള്ള പൈറുവിക് ആസിഡ് ആക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന സ്റ്റെപ്പുകളാണ് ഗ്ലൈക്കോലിസിസ് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? 6 കാർബൺ ആണല്ലോ. 6 കാർബൺ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ 6 കാർബണിനെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്താക്കണം? 3 കാർബൺ ആക്കി മാറ്റണം. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ്. ഈ ഗ്ലൂക്കോസിന് ഒരൊറ്റ വീക്ക്നെസ് ഉള്ളൂ. ആരാടാ ഗ്ലൂക്കോസിന്റെ വീക്ക്നെസ്? ആരാ? ഫോസ്ഫേറ്റ് ആണ് അല്ലെ. ഈ ഫോസ്ഫേറ്റ് എവിടുന്നേ നമുക്ക് കിട്ടുള്ളൂ? ഈ ATPയിൽ നിന്നും ADP, അതായത് ATPനെ പൊട്ടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കിട്ടും. ആ ഫോസ്ഫേറ്റ് ആണ് ആദ്യം ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് വന്ന് വലിക്കും. അപ്പൊ അത് എന്തായി മാറും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും. പിന്നെ അത് രൂപം മാറി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവും. പക്ഷെ ഒറ്റ ഫോസ്ഫേറ്റിന് ഒന്നും നടക്കുന്നില്ല. ഫോസ്ഫേറ്റ് എനിക്ക് വയ്യ ഈ കാർബണിനെ പൊട്ടിക്കാൻ. അങ്ങനെ രണ്ടാമതൊരു ആര് വരും? ഫോസ്ഫേറ്റ് വരും. അങ്ങനെ ഈ 10 സ്റ്റെപ്സ് ഗ്ലൈക്കോലിസിസ് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും, ബ്ലാങ്ക് ആക്കി തന്നിട്ട്. അല്ലെങ്കിൽ 10 സ്റ്റെപ്പ് എഴുതാൻ വരെ ചോദിക്കും. നമുക്ക് കഴിഞ്ഞ മോഡലിൽ ഗ്ലൈക്കോലിസിസ് ചോദിക്കാത്തതുകൊണ്ട് അധികവും ഈ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് എന്താടാ? ഗ്രാൻ ഉണ്ട്, സ്ട്രോം ഉണ്ട്, ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അതിന്റെ അടയാളപ്പെടുത്തുന്ന പിക്ചർ നോക്കി വെക്കുക. ഇതെന്താ മക്കളെ? നമ്മുടെ ആ ചാപ്റ്ററിൽ തന്നെ മൈറ്റോകോൺട്രിയന്റെ സ്ട്രക്ചർ ആണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദി സെല്ലാണ്. ഈ പവർ ഹൗസ് ഓഫ് സെല്ലിൽ ഈ പിക്ചർ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്നർ ലെയർ, മാട്രിക്സ്, പിന്നെ ഇന്നർ മെംബ്രെയിൻ സ്പേസ്. ഇതെന്താ? നമ്മുടെ ക്രിസ്റ്റേ എന്ന് പറഞ്ഞ സ്ട്രക്ചർ അല്ലെ, ഫോൾഡ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റേ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഈ ചാപ്റ്ററിൽ തന്നെ പിന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചോദിക്കാറുണ്ട്. റഫ് ആണെങ്കിൽ അവരുടെ റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, സ്മൂത്ത് ആണെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഇവിടെ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഇതെന്താ മക്കളെ? ആ ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്നതാണ്. ക്രോമസോം സെൻട്രോമിയന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മക്കളെ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, എക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. ഓക്കെ, മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെൻട്രോമിയർ നടുക്കായിരിക്കും. സബ് മെറ്റ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലായിരിക്കും. ടീലോ എന്ന് പറഞ്ഞാൽ എക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവും. ടീലോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും മോളത്തെ ആം ഉണ്ടാവുക. ഇവിടെ നമുക്ക് സാറ്റ് ക്രോമസോം, ഇതാണ് സാറ്റ് ക്രോമസോം എന്ന് പറയുന്നത്. അത് 2 മാർക്കിന് സാറ്റ് ക്രോമസോം മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് സാറ്റ് ക്രോമസോം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ക്രോമസോമിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെയിൻ ചെയ്യാത്തൊരു ഭാഗം കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. എന്നിട്ട് പിന്നെ കുറച്ച് ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ നമ്മളിന് സാറ്റലൈറ്റ് അല്ലെങ്കിൽ സാറ്റ് ക്രോമസോം എന്ന് പറയാറുണ്ട്.
പിന്നെ എന്താ മക്കളെ, മൈറ്റോസിസും മിയോസിസും ആ ചാപ്റ്റർ, സെൽ ഡിവിഷൻ്റെ ചാപ്റ്ററിൽ വെറും 3 എണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തേത് മൈറ്റോസിസ്, രണ്ടാമത്തേത് മിയോസിസ്, മൂന്നാമത്തെ ആ ഒരു ഇന്റർഫേസ് ഇല്ലേ നമ്മൾ എഴുതുന്ന സമയത്ത്, ഏതൊക്കെയാ മക്കളെ, G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, എം ഫേസ്, ഈ 4 ഫേസുകളും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നോക്കിയിട്ട് പോവുക. പിന്നെ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 4 സ്റ്റേജ് ആണുള്ളത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോഫേസിൽ എന്താ നടക്കുക? ഫോർമേഷൻ ഓഫ് എന്താ ക്രോമസോംസ് കണ്ടൻസ് ചെയ്ത്, അല്ല ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവും. പ്രോഫേസ്. മെറ്റാഫേസിൽ എന്താ, ഈ ക്രോമസോംസ് സെന്ററിൽ ഇങ്ങനെ അസംബ്ലി ചെയ്യും. പിന്നെന്താ, അനാഫേസിൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ടീലോഫേസിൽ എന്താ, അവിടുന്ന് പുതിയ ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. പിന്നെ മിയോസിസിലെ പ്രോഫേസിലെ 5 സ്റ്റേജുകൾ ഉണ്ട്. ഏതൊക്കെയാ? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാച്ചിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്. ഈ 5 സ്റ്റേജും പിന്നെ എന്താ പറയുക, ഈ ഒരു ഇന്റർഫേസിന്റെ ഈ ഒരു സ്ട്രക്ചർ, ഈ 3 കാര്യം മാത്രം ചോദിച്ചാൽ അതിൽ നിന്ന് വരുന്ന 3 ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. മനസ്സിലാക്കി പഠിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ചാപ്റ്ററിൽ ഈ 3 സംഭവം വിടരുത് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എന്താടാ, റിയാക്ഷൻ സെന്റർ, നമ്മളെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. പ്രൈമറി ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാ മക്കളെ? ക്ലോറോഫിൽ എ ആണ് പ്രൈമറി ആക്സെപ്റ്റർ ആയിട്ടുള്ളത്. പിന്നെന്താ, ആക്സസറി പിഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് നേരിട്ട് ക്ലോറോഫിൽ എന് കൊടുക്കുന്നത്. അത് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ല, ഈ ആക്സസറി പിഗ്മെന്റ് ആണ് ലൈറ്റിനെ വേരിയസ് വേവ് ലെങ്ത്തിൽ അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എന് കൊടുക്കുന്നത്. പിന്നെ ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ പിക്ചർ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. മക്കളെ, നമ്മൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ ആ ഒരൊറ്റ ഗ്രാഫേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വേറെ ഒരു ഗ്രാഫും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. എന്താണ് മക്കളെ, നമ്മൾ 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത് പഠിച്ചിട്ടുണ്ട്: അരിത്തമാറ്റിക് ആൻഡ് ജോമെട്രിക് ഗ്രോത്ത്. ഇതിൽ ജോമെട്രിക് ഗ്രോത്തിന്റെ ഗ്രാഫാണിത്. സിഗ്മോയിഡ് കർവാണ് ഈ ഗ്രാഫ് ആണല്ലോ. ഇതിൽ 3 ഫേസ് ഉണ്ട്. ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ, അത് ആദ്യം വളരുമ്പോൾ ലാഗ് ഫേസ് ആയിരിക്കും. മെല്ലെയാണ് അതിന്റെ വളർച്ച ഉണ്ടാവുക, അല്ലെ? നിങ്ങളൊരു സാധനം കുഴിച്ചിട്ടാൽ നാളെ തന്നെ അത്രയും വലുതാവുമോ? ഇല്ല, മെല്ലെ മെല്ലെ വളരും. ലാഗ് ഫേസ്. പിന്നെ പെട്ടെന്ന് നല്ലോണം വളരും ലോഗ് ഫേസ്. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച ഒന്ന് നിൽക്കും. അതാണ് സ്റ്റേഷനറി ഫേസ്. ഈ ഒരു പിക്ചറും ഈ ഒരു ഗ്രാഫും എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, പിന്നെ മക്കളെ, അതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് 5 ഹോർമോൺസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? ഓക്സിൻ, ജിബറിലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ശ്രദ്ധിക്കണം, ആ 5 ഹോർമോണിന്റെ ഫങ്ഷൻസ് പഠിച്ചു പോയേ പറ്റൂ. ആ ചാപ്റ്ററിൽ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിൻ്റെ ഒക്കെ നമ്മൾ കോഡ് വെച്ച് പറഞ്ഞത്. എന്താണ് ഓക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അപ്പിക്കൽ ഡോമിനൻസ് ഉണ്ട്, പാർത്തനോ കാർപ്പി ഉണ്ട്, ഫ്ലവറിംഗ് ഉണ്ട്, റൂട്ടിംഗ് ഉണ്ട്, അല്ലേ? പിന്നെ ജിബറിൽ എന്ന് പറഞ്ഞാൽ GA, അപ്പം തന്നെ നമുക്ക് പോയിന്റ് കിട്ടും. G എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ്, A എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ സൈസ്, പിന്നെ ഇന്റർനോഡ് ഇലോങ്ങേഷൻ, ഷുഗർ കെയിനിൽ ഇന്റർനോഡ് ഇലോങ്ങേഷൻ, ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, മാൾട്ടിങ് ആൻഡ് ബോൾട്ടിങ്. സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആരെ ആലോചിക്കുക? ലീഫിനെ ആലോചിക്കുക. അപ്പോൾ ലീഫ് ഫോർമേഷൻ. ലീഫ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ, ലീഫിൽ എന്തുണ്ടാവണം? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവണം. ക്ലോറോപ്ലാസ്റ്റ് ഫോർമേഷൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ലീഫിനെ അപ്പം തന്നെ കൊഴിപ്പിക്കാൻ സംഭവിക്കോ? ഇല്ല. അപ്പോൾ അതിന് ഡിലേ സെൻസസ്, പ്രായമാകുന്നത് കുറയ്ക്കുക, അങ്ങനെയൊക്കെ. പിന്നെ എത്തിലിൻ ആണ്. എത്തിലിൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഗ്യാഷ്യസ് ഹോർമോൺ ആണ് എത്തിലിൻ എന്ന് പറഞ്ഞാൽ. റൈപ്പനിങ്ങിന് സഹായിക്കും. എന്ത് സാധനവും പഴുക്കാൻ വേണ്ടി സഹായിക്കും എത്തിലിൻ. എത്തിലിൻ്റെ ഒരു അക്വാട്ടിക് ഫോം അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ആണ് എത്തിഫോൺ എന്ന് പറയുന്നത്. അത് എത്തിഫോൺ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എത്തിഫോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫീമെയിൽ കുക്കുംബറിന്റെ ഫ്ലവറിങ്ങിനൊക്കെ സഹായിക്കും എത്തിഫോൺ. അപ്പോൾ എത്തിലിനും എത്തിഫോണും പഠിച്ചു പോവാം. ലാസ്റ്റ് വൺ അബ്സിസിക് ആസിഡ്. ആകെ ഒറ്റ ഇൻഹിബിറ്ററേ ഉള്ളൂ, അതാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അബ്സിസിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് മക്കളെ? സ്ട്രെസ് ഹോർമോൺ ആണ്. അത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ടാണ് അബ്സിസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാൻ കാരണം? ഈ അബ്സിസിക് ഹോർമോൺ പ്ലാന്റ് ടോളറേറ്റ് ചെയ്യുക, അതായത് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിട്ട് ഈ സ്ട്രെസ് കണ്ടീഷനിൽ ആ പ്ലാന്റിനെ ടോളറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ഇതെന്താ മക്കളെ? നമ്മുടെ അനാട്ടമി എന്ന് പറഞ്ഞാൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട്. അതിന്റെ ഷോയും വേരിയസ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ്. ഇത് സൈലും ഫ്ലോയും റേഡിയൽ ആയിട്ട് അറേഞ്ച് ചെയ്തത് റേഡിയൽ അറേഞ്ച്മെന്റ്. ഇത് ഒന്നിന്റെ മുകളിൽ തന്നെ സൈലവും ഫ്ലോയും ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കൺജോയിന്റ് അറേഞ്ച്മെന്റ് പറയും. ഇടയ്ക്ക് ക്യാമ്പിയ ഉണ്ടാവും. അപ്പോൾ കൺജോയിന്റ് കൊളാക്ടർ ഓപ്പൺ അല്ലെങ്കിൽ കൺജോയിന്റ് കൊളാക്ടർ ക്ലോസ്ഡ്. ഓക്കെ,
പിന്നെ ഈ അനാട്ടമീൻ്റെ ചാപ്റ്ററിൽ അവസാനം നമ്മൾ നോക്കിയിട്ടുണ്ട് സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഡൈക്കോട്ട് സ്റ്റെമ്മ്, മൊണോക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് റൂട്ട്, മൊണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് ലീഫ്, മൊണോക്കോട്ട് ലീഫ്. അത് മൊത്തമായിട്ടൊരു കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാധനം നോക്കിയിട്ട് വേണം പോകാൻ. ആ സാധനവും ഇതും മാത്രമേ ഇതിൻ്റെ അകത്ത് ചോദിച്ച് കാണാറുള്ളൂ. പിന്നെ നമ്മുടെ ലീഫിൻ്റെ സ്ട്രക്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ലീഫിൻ്റെത് നമുക്ക് വരുമ്പോൾ നോക്കാം. പിന്നെ പ്ലാസ്റ്റിസിറ്റി. എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനാണ് പ്ലാസ്റ്റിസിറ്റി. അതായത് ഒരു പ്ലാന്റ് തന്നെ വേരിയസ് എൻവിയോൺമെന്റിലും അതിൻ്റെ ലൈഫ് സൈക്കിളിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുക അല്ലേ. നമ്മൾ പറയാ അയ്യോ ചെറുപ്പം, അതായത് ഈ എക്സാമ്പിൾ പറഞ്ഞ കോറിയാണ്ടർ, ലാക്സ്പർ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. അവർ ജുവനൈലുള്ള അവരെ ലീഫിനെ കണ്ടാൽ നമുക്ക് അഡൾട്ടുള്ള ലീഫായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. നമ്മൾ കേൾക്കല്ല അയ്യോ ചെറുപ്പത്തിൽ ആളെ എല്ലാം വലുതായിട്ട്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഹെറ്ററോഫിലി എന്ന് പറയും. ലീഫിന്റെ ജുവനൈൽ സ്റ്റേജ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അഡൾട്ട്. അതുപോലെ തന്നെ വാട്ടറിൽ ജീവിക്കുന്ന ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ്, അത് എയറിലുള്ളപ്പോൾ അതിന് ലീഫ് ഒരു സ്ട്രക്ചറും വാട്ടറിന്റെ അടിയിൽ നിന്ന് അതിന്റെ ലീഫിന്റെ സ്ട്രക്ചർ വേറെ. ഓക്കെ, ക്ലാസ്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ ആ ചാപ്റ്ററിന്. ഇതെന്താ മക്കളെ, നമ്മുടെ ഗ്ലൈക്കോലിസിസ്, അനറോബിക് റെസ്പിറേഷൻ ആണ് അല്ലേ. ഇത് മൊത്തം ഗ്ലൈക്കോലിസിസ് ആണ്. അവിടുന്ന് ഈ ഗ്ലൈക്കോലിസിന്റെ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും, രണ്ട് രീതിയിലാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്. ഒന്ന് ഈസ്റ്റ് എടുത്തിട്ട് ഇത് ആൽക്കഹോൾ ഫെർമെന്റേഷനും, രണ്ടാമത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും. അത് ആ പിക്ചറാണ്, ജസ്റ്റ് ഇത് അടയാളപ്പെടുത്താൻ മാത്രമേ ചോദിക്കാറുള്ളൂ. ആ ഗ്ലൈക്കോലിസിസും രണ്ട്, ആ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്താണ്, ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്താണ്, ആ പിക്ചർ മാത്രം നോക്കിയാൽ മതി. എന്താണ് ബുള്ളിഫോം സെൽസ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലീഫിൽ കാണുന്ന കളർലെസ് ആയിട്ടുള്ള സെൽസ് ആണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ഈ ഏതിൽ മൊണോക്കോട്ട് ലീഫ് കാണപ്പെടുന്ന കളർലെസ് ആയിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള സെൽസ് ആണ് ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ, ഈ വാട്ടർ ട്രാൻസ്പിരേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ ഡീഹൈഡ്രേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ബുള്ളിഫോം സെൽസ് നോക്കുക. അതുപോലെ ഇതുപോലെ C4 സൈക്കിൾ, C3 സൈക്കിളും C4 സൈക്കിളും വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ സാധനം സുഖമായിട്ട് കിട്ടും. ആദ്യത്തെ ഇതെന്ന് പറയുന്നത് 5 സ്റ്റെപ്പാണ് പറയുന്നത്: ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. C4 പ്ലാന്റ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. കാരണം ഇവിടെ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈം ഇല്ലാത്തത് കൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതെന്താണ് സ്റ്റെപ്പ് നമുക്ക് കാണാണ്ട് അത് പഠിക്കും. ഇങ്ങനെ തന്നെ ചോദിക്കും. ഇത് മീസോഫിലിൽ നടക്കുന്നു, ബണ്ടിൽ ഷീറ്റിൽ നടക്കുന്നു, ഓരോ പാർട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഓക്കെ ആണോ? പഠിച്ചു പോണോ C3 C4. തന്നെ മക്കൾ റൂട്ടും സ്റ്റെമ്മും ലീഫിലും ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലീഫിൽ എന്തൊക്കെയാണ്, ബുള്ളിഫോം സെൽസ് ഉണ്ട്, പിന്നെ എന്താണ് ഉള്ളത്, സ്പോഞ്ചി പാരങ്കൈം ഉണ്ട്, അങ്ങനെ കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ഉണ്ട്. സ്റ്റെമ്മിലാണ്. ആ പിക്ചേഴ്സ് നോക്കി പോവാം. അതായത് ഞാൻ പറഞ്ഞ അവസാനത്തെ ടേബിൾ പഠിച്ചാൽ തന്നെ അതിൽ വരുന്ന ചോദ്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു 2-10 മിനിറ്റ് മതി അത് പഠിക്കാൻ. അപ്പോൾ ആ ടേബിൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, പ്ലാസന്റേഷൻ. എന്താണ് പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ, ഓവിയുടെ ഉള്ളിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ. 5 ടൈപ്പ് പ്ലാസന്റേഷൻ ഉണ്ട്. ഏതൊക്കെ മക്കളെ? മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓവികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആക്സിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുനാരങ്ങയൊക്കെ അല്ലേ, ചെറുനാരങ്ങയൊക്കെ എന്താ ലോക്യൂൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ലോക്യൂൾസ് ആയിട്ട് ഇവിടെയാണ് എന്ത് ഓവുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ആക്സിയൽ പ്ലാസന്റേഷൻ. പാരൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കുംബർ ഒക്കെ എടുക്കുമ്പോൾ ഇത് ഈ പെരിഫറൽ ആണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഓവുകൾ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് പെരിഫറൽ പ്ലാസന്റേഷൻ. ഫ്രീ സെന്റർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ അറേഞ്ച് ചെയ്ത് പക്ഷെ അവിടെ എന്തില്ലടാ, ലോക്യൂൾസ് കാണുന്നില്ല. അതാണ് ഫ്രീ സെന്റർ. ബേസൽ എന്ന് പറഞ്ഞാൽ ബേസിലായിരിക്കും ഓവ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്ലാസന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ ടൊബാക്കോ മൊസൈക് വൈറസ്, ഇതെന്തായിരുന്നു മക്കളെ? ഇതാ ടെക്സ്റ്റിലെ പിക്ചറാണ്. എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താ സാധനം? ഇത് ബാക്ടീരിയോ ഫേജ് ആണ്. എന്താണ്? ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ആണ് ബാക്ടീരിയോ ഫേജ്. ആ ബാക്ടീരിയോ ഫേജിൽ എത്ര ഭാഗമുണ്ട്? ഹെഡ്, കോളാറ്, ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്. ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. പിന്നെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെ ചില സിംറ്റംസ് എന്താണ്? സ്റ്റെൻഡഡ് ഗ്രോത്ത്, ഡ്വാർഫിസം, വെയിൻ ക്ലിയറിങ്, റോളിംഗ് ഓഫ് ലീഫ്, അതൊക്കെ നോക്കുക. പിന്നെ വൈറോയിഡ്സ് ആരാണ് കണ്ടെത്തിയത്, പ്രിയോൺസ് എന്താണ്, അതൊക്കെ പെട്ടെന്ന് നോക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മക്കളെ മോർഫോളജി കാണപ്പെടുന്ന 2 ടൈപ്പ്. എന്താണ് സംഭവം? ഇതാണ് ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ്. ഇൻഫ്ലോറസെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് പഠിക്കുന്നുണ്ട്, റെസിമോസും സൈമോസും. ഓക്കെ, അതിന്റെ 2ന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഇത് ഏതാ?
എയും ബിയും. അതായത് സൈമോസും റെസിമോസുമാണ് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സൈമോസ് എന്ന് പറയുന്നത് എന്താ, മെയിൻ ആക്സിസ് കണ്ടിന്യൂ ആയിട്ട് വളരൂല, അതിങ്ങനെ എന്തായി കിടക്കും, സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കും. എന്നിട്ട് ബേസി പെറ്റൽ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുക. റെസിമോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുൽമോഹർ, ഈ കൃഷ്ണമുടിയൊക്കെ അല്ലേ, അതാണ് റെസിമോസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ റെസിമോസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തിരിക്കും. പിന്നെ ഓൾഡ് ഫ്ലവർ എന്ന് പറയുന്നത് ബേസിലും ന്യൂ ഫ്ലവർ അപ്പറിലും ആയിരിക്കും റെസിമോസിന്റെ കേസ്. ദെൻ അക്രോപെറ്റൽ സക്സഷൻ, ആ റെസിമോസിന്റെ സൈമോസിനും ആ ഒരു കോളം നോക്കിയാൽ കിട്ടും. അത്രയേ ഉള്ളൂ. ഈ ഒരു പിക്ചർ നോക്കുക. ഒന്നാമത്തെ സൈമോസ്, ഇത് എന്താ മക്കളെ, ജാസ്മിൻ ആണ്. കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നില്ല, ഇവിടെ പകുതി വെച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ഗുൽമോഹന്റെ കേസ് എങ്ങനെയാണ്, അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് റെസിമോസ് ആൻഡ് സൈമോസ്. പിന്നെ ഫില്ലോടാക്സി, അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റെം ഓൺ ലീഫ് ആണ് ഫില്ലോടാക്സി. 3 ടൈപ്പ് ഉണ്ട്, ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. അത് എന്താണെന്ന് നോക്കുക. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ലീഫ് ഓൾട്ടർനേറ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലീഫ് ഓൾട്ടർനേറ്റ്ലി അറേഞ്ച് ചെയ്താണ് ഓൾട്ടർനേറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ലീഫ് ഉണ്ടാവും. വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നോക്കി വെക്കുക ഏതൊക്കെയാണ്. എക്സാമ്പിളും വെസ്റ്റ് നോക്കുക. പിന്നെ റെസ്പിറേറ്ററി കോഷ്യന്റ്, എപ്പോഴും റെസ്പിറേറ്ററി ചാപ്റ്ററിൽ ചോദിക്കുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താണ്? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ഡിവൈഡഡ് ബൈ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഈ ഒരു ഫോർമുല മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് റെസ്പിറേറ്ററി കോഷ്യന്റ് ചോദിക്കുകയാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. കാർബോഹൈഡ്രേറ്റിന്റെ 1ഉം പിന്നെ എന്താ മക്കളെ, ഫാറ്റിൻ്റെത് 0.7ഉം പ്രോട്ടീൻ്റെത് 0.9ഉം. അത്രയാണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. അത് നോക്കുക. പിന്നെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസന്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ലിപ്പിഡ് ബൈലെയർ കാണും, ഹൈഡ്രോഫിലിക് ഹെഡ്, ഹൈഡ്രോഫോബിക് ടെയിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, എക്സ്ട്രിൻസിക് പ്രോട്ടീനും ഇൻട്രിൻസിക് പ്രോട്ടീനും. ആ പിക്ചർ നോക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള 2nd ചാപ്റ്ററിലുള്ള ഗ്രീൻ ആൽഗ, 3 ടൈപ്പ് ഓഫ് ആൽഗാസ്. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുക അതിൻ്റെ സ്റ്റോറേജ് ഫുഡാണ്. ഓക്കെ, മാനിറ്റോൾ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ഇത് എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ മക്കളെ, ഇത്രയാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ മറന്നു, സീഡ് ഹാബിറ്റ്. എന്താണ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് സീഡ് ഹാബിറ്റ്, ടെറിഡോഫൈറ്റിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് സീഡ് ഹാബിറ്റ്. നോർമലി ഒരു ഹോമോസ്പോറസ് ആണ്. എന്നാൽ ടെറിഡോഫൈറ്റിന്റെ 2 പ്ലാന്റ്സ്, സലാജിനല്ല ആൻഡ് സാൽവേനിയ, ഹെറ്റിരോസ്പോറസ് ആണ്. അതായത് 2 ടൈപ്പ് ഓഫ് സ്പോർ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് സ്പോർ നമ്മൾ ഹെറ്റിരോസ്പോറസ് കണ്ടീഷൻ എന്ന് പറയും. ഇവരുടെ സൈഗോട്ടിന്റെ ഫോർമേഷനും എംബ്രിയോന്റെ വളർച്ചയും മൊത്തം ഫീമെയിലാണ് നടക്കുന്നത്. അത് നമ്മൾ സീഡ് ഹാബിറ്റ് എന്ന് പറയും. അതൊരു അടുത്ത ജനറേഷനിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. പിന്നെ ഇവിടെ മൈക്കോറൈസേന്റെയും കോറലോയിഡ് റൂട്ടിന്റെയും ഡിഫറൻസ് ചോദിക്കും. ജിംനോസ്പെർമിലുള്ള മൈക്കോറൈസ് എന്താണ്, കോറലോയിഡ് റൂട്ട് എന്താണ്. ഓക്കെ ആണോ? അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം, കാരണം അത്രയ്ക്ക് റിപ്പീറ്റ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നോക്കി ടെക്സ്റ്റ് നല്ലോണം വായിച്ച് ടെക്സ്റ്റിൽ ഒറ്റ പിക്ചേഴ്സ് വിടരുത്, എല്ലാ പിക്ചേഴ്സും നോക്കി വെക്കുക. എപ്പോഴും പിക്ചർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാറ്. ഓക്കെ, പിക്ചർ വിട്ട് കളയേ ചെയ്യരുത്, നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.